ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകൾ ഒന്നായ ദുബായ് മാളിലെ വാഹനങ്ങളുടെ പേയ്മെന്റ് പാർക്കിംഗ് ജൂലൈ 1-ന് ആരംഭിക്കും. ഇതോടെ പ്രവൃത്തി ദിവസങ്ങളിൽ ആദ്യത്തെ 4 മണിക്കൂറും അവധി ദിവസങ്ങളിൽ ആദ്യത്തെ 6 മണിക്കൂറും കഴിഞ്ഞാൽ പാർക്കിങ്ങിന് പണം നൽകണം. 24 മണിക്കൂർ വാഹനം പാർക്ക് ചെയ്യാൻ 1000 ദിർഹമാണ് നിരക്ക്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായിലെത്തുന്ന ടൂറിസ്റ്റുകളുടെയും രാജ്യത്തെ താമസക്കാരുടെയും ഇഷ്ടപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമാണ് ദുബായ് മാൾ. നിലവിൽ ഈ മാളിൽ 13,000-ലധികം വാഹന പാർക്കിംഗ് സൗകര്യമുണ്ട്. എങ്കിലും അവധി ദിവസങ്ങളിലും അല്ലാത്തപ്പോഴും വാഹനങ്ങൾക്ക് പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നത് വലിയ കീറാമുട്ടിയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇനി പേയ്മെന്റ് സംവിധാനം പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് ജൂലൈ 1 മുതൽ വാഹന പാർക്കിങ്ങിന് പണം നൽകണം. എല്ലാവർക്കും പാർക്കിംഗ് ലഭ്യത ഉറപ്പുവരുത്തി മാളിലേക്ക് കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ സന്ദർശനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലാണിത്. ഇപ്രകാരം ദുബായിലെ സാലിക് എന്ന റോഡ് ടോൾ സംവിധാനവുമായി സഹകരിച്ചാണ് പണം ഈടാക്കുക. ടിക്കറ്റ് ഇല്ലാതെ ഓട്ടോമാറ്റിക് വഴി പണം ഈടാക്കും. ഇതിനായി വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് 2 വട്ടം സ്കാൻ ചെയ്യും. ഇപ്രകാരം ആദ്യത്തെ 4 മണിക്കൂറിന് ശേഷം പണം ഓട്ടോമാറ്റിക്കായി ഈടാക്കും. ദുബായ് മാളിലെ ഗ്രാൻഡ് പാർക്കിംഗ്, സിനിമ പാർക്കിംഗ്, ഫാഷൻ പാർക്കിംഗ് എന്നിവയ്ക്കാണ് നിരക്ക് ബാധകമാക്കിയത്. എന്നാൽ സബീൽ എന്ന പുതിയ എക്സ്റ്റൻഷൻ, ഫൗണ്ടൻ വ്യൂസ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിവ സൗജന്യമായി തുടരും. പ്രവൃത്തി ദിവസങ്ങളിൽ ആദ്യത്തെ 4 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമാണ്. തുടർന്ന് പാർക്കിങ്ങിന് സമയമനുസരിച്ച് 20 ദിർഹം മുതൽ 1000 ദിർഹം വരെ ഈടാക്കും. എന്നാൽ വാരാന്ത്യത്തിൽ ആദ്യത്തെ 6 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമാണ്. പിന്നീട് ഓരോ മണിക്കൂർ അടിസ്ഥാനത്തിൽ നിരക്ക് ഈടാക്കും. ഒരു ദിവസം മുഴുവൻ വാഹനം പാർക്ക് ചെയ്യാൻ 1000 ദിർഹം അഥവാ ഏകദേശം 22,000 രൂപയിലധികം നൽകണം. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.